ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഡിഷ് മാങ്ങ ഇട്ട് വെച്ച മീൻകറി. അപ്പൊ നമുക്ക് ഈ മാങ്ങ ഇട്ട് വെച്ച മീൻകറി എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ആ വീഡിയോയിലേക്ക് പോവാം. നമുക്കിന്ന് കറി വയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് അയലയാണ്. നമുക്ക് 6 അയല കിട്ടിയിട്ടുണ്ട്. അത് വെട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല: ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് 6 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു മുഴുത്ത ഇനം ഒരു സവാള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊത്തി അരിച്ചാൽ ഈ പരുവത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അധികം പുളിയില്ലാത്ത 3 മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് അധികം പുളിയൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആദ്യത്തെ പാല്, പിന്നെ 2ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉപ്പ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ അധികം വരുന്ന ഒരു വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാല റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചട്ടിയിലാണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. ഈ മീൻ ചട്ടിയിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുത്ത് അതിനുശേഷം മസാല ഇട്ട് കൊടുക്കാമെല്ലാം. അതിനുശേഷം ഉപ്പ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് വയ്ക്കാം. തിരുമ്മി കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല കറിയുടെ സ്മെല്ല് വരും. നമ്മൾ മീനിലേക്ക് ഇപ്പോൾ മസാല എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കണം. ഇത് ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2ാമത്തെ പാല് കുറച്ച് ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. മീൻ ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി അടുപ്പിൽ വെക്കാം. ഒരു വേപ്പില ഇടുന്നുണ്ട് പൊട്ടിച്ച്. അടുപ്പിൽ വെക്കുകയാണ്. ഇത് പകുതി വേവായതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. കാരണം മാങ്ങ പെട്ടെന്ന് വേവും. അപ്പോൾ ചെറിയ തീയിൽ മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. മീൻ തിളച്ച് നോക്കാം. നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തു. ഒന്ന് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. മീൻ പൊട്ടരുത്, ശ്രദ്ധിച്ച് ഇളക്കുക. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കറി ഇറക്കി വയ്ക്കാം. നമുക്കിനി മീൻ കറി തുറത്ത് നോക്കാം. തിളച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ആദ്യത്തെ പാല് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇളക്കാം ചെറുതായിട്ട്. നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ചെറിയുള്ളിയുടെയും കറിവേപ്പിലയുടെയും നല്ല വെളിച്ചെണ്ണയിൽ മൂത്ത നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അടിപൊളി കറിയാണ്. ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. പുളിയെല്ലാം പിടിച്ച് നന്നായിട്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.